ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أوصيكم بنفسي أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. മരണസമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശ്വാസികളെ, ഒട്ടനവധി അനുഗ്രഹ സംഭവങ്ങൾക്ക് സാക്ഷിയായ റഹ്മാനായ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട
നമ്മുടെ കർമ്മങ്ങൾക്കൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അധികം പ്രതിഫലം നൽകപ്പെടുന്ന അത്ഭുതങ്ങളുടെ കലവറയായ വിശുദ്ധ ഖുർആൻ അവതീർണമായ പുണ്യത്തിന്റെ വസന്തോത്സവമായ വിശുദ്ധ റമദാൻ നമ്മിലേക്ക് ആഗതമാവുകയാണ്. ആ റമദാനിനെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ വീടും നാടും പരിസരവും പള്ളികളും കടകളും ഒക്കെ നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞതുപോലെ വൃത്തി നല്ലതാണ്. ഈമാനിന്റെ പകുതിയാണ് വൃത്തി. എന്നാൽ ആ റമദാൻ നമ്മിലേക്ക് കടന്നു വരുന്ന ഈ സമയത്ത് അതെല്ലാം നമ്മൾ വൃത്തിയാക്കിയതുപോലെ ക്ലീൻ ചെയ്തതുപോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ എത്ര പേർ ശുദ്ധീകരിച്ചു. വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. അള്ളാഹു ഒരു വിശ്വാസിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്തെന്നറിയുമോ? സലഫ് സ്വാലിഹീങ്ങൾ പറയുന്നുണ്ട്, അവന് ഒരുപാട് റമദാനുകളിൽ ജീവിക്കാനുള്ള അവസരം നൽകുന്നു എന്നുള്ളതാണ്. നോക്കൂ, കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അതുകൊണ്ട് തന്നെ ഈ റമദാൻ പൂർണ്ണമായി ലഭിക്കാനും കൃത്യമായി നോമ്പനുഷ്ഠിക്കാനും ഇബാദത്ത് അധികരിപ്പിക്കാനുമുള്ള ആയുസ്സിനും ആരോഗ്യത്തിനു വേണ്ടി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നമ്മൾ വിചാരിക്കുന്നത് എന്താ? ഒരാഴ്ച കഴിഞ്ഞാൽ 6-7 ദിവസം കഴിഞ്ഞാൽ റമദാൻ നമ്മിലേക്ക് കടന്നു വരികയാണ്, എനിക്ക് ആ റമദാനിൽ നോമ്പനുഷ്ഠിക്കാൻ ഭാഗ്യം ലഭിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കുകയാണ്. പക്ഷേ മരണമെന്ന് പറയുന്നത് ഒരിക്കലും നമ്മോട് പറയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു അതിഥിയാണ്. ആ മരണം സംഭവിച്ചാൽ ഒരിക്കലും നമുക്ക് ഈ റമദാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, കഴിഞ്ഞ റമദാനിൽ ജീവിച്ച പല ആളുകളും ഇന്ന് ആറടി മണ്ണിലാണ്, നമ്മോടൊപ്പം ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമുണ്ട്. جاء رجلان إلى النبي صلى الله عليه وسلم وقبل الإسلام. പ്രവാചകന്റെ സന്നിധിയിലേക്ക് 2 ആളുകൾ വന്ന് അവർ ഇസ്ലാം സ്വീകരിച്ചു. അതിലൊരാൾ ഷഹീദ ഫീ സബീലില്ലാഹ്, മുസ്ലിം ആയതിനു ശേഷം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ രക്തസാക്ഷിയായി. രണ്ടാമത്തെ ആളെ കുറിച്ച് പറയുന്നത് മാത അല സരീരി ബഅദഹു സന, രോഗിയായി അസുഖം ബാധിച്ച് 1 വർഷത്തിന് ശേഷമാണ് ആ മനുഷ്യൻ മരണപ്പെട്ടത്. സഹോദരങ്ങളെ, ഈ 2 വാക്കുകൾ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ 2 ആളുകളിൽ ആരാണ് ആദ്യം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത്? സഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ രക്തസാക്ഷിയായ മനുഷ്യനാണ് റസൂലേ ആദ്യം സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുക. പ്രവാചകൻ പറഞ്ഞു, അല്ലേ അല്ല, അലൈസ ഖദ് മകത ഹാദാ ബഅദഹു സന, രക്തസാക്ഷിയല്ലാത്ത മനുഷ്യൻ അദ്ദേഹത്തിനേക്കാൾ 1 വർഷം ജീവിച്ചില്ലേ? അവർ പറഞ്ഞു, ഖാലൂ ബല, റസൂലേ ശരിയാണ് താങ്കൾ പറഞ്ഞത്. അദ്ദേഹത്തിന് 1 റമദാൻ ലഭിച്ചില്ലേ? അദ്ദേഹം നോമ്പനുഷ്ഠിച്ചില്ലേ? അതേ റസൂലേ ശരിയാണ്. എങ്കിൽ ആദ്യം സ്വർഗ്ഗത്തിലേക്ക് ഈ റമദാൻ ജീവിതത്തിൽ കിട്ടിയ ആളാണ് പ്രവേശിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഷഹീദിന് മുന്നേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത് ആരാ? അദ്ദേഹം മരിച്ചതിന് ശേഷം രണ്ടാമത്തെ ആൾ 1 വർഷം കൂടെ ജീവിച്ചു. അദ്ദേഹം രോഗിയായി അസുഖം ബാധിച്ച് രോഗാവസ്ഥയിൽ അങ്ങ് കിടന്ന് കട്ടിലിൽ കിടന്ന് മരണപ്പെട്ടു. ആ വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് 1 റമദാൻ കിട്ടി. അതിൽ നോമ്പനുഷ്ഠിച്ചു. അതുകൊണ്ട് ഷഹീദിന് മുന്നേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത് ഈ മനുഷ്യനാണ്.
അത് സൗഭാഗ്യമല്ലേ സഹോദരങ്ങളെ സഹോദരിമാരെ? നമുക്ക് ആർക്കും അറിയില്ല ആ ഭാഗ്യം കിട്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ സുജൂദുകളിൽ ഇന്ന് ഉയരേണ്ട ഒരു പ്രാർത്ഥന എന്താണെന്നറിയോ? അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. ആ റമദാനിലേക്ക് എത്തിപ്പിക്കണം റബ്ബേ. അത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കണം. ചിലപ്പോൾ നമ്മൾ ആഗ്രഹം നടക്കൂല, അത് പക്ഷേ മരണം തടസ്സമാകും. ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുവരെ എന്റെ ജീവിതം എങ്ങനെയായിരുന്നു? എന്റെ ജീവിതം തെറ്റുകളിലും തിന്മകളിലും ഹറാമുകളിലുമായിരുന്നുവെങ്കിൽ റമദാൻ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള അവസരമാണെന്ന് മനസ്സിലാക്കി അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യണം. തൗബ ചെയ്ത് എല്ലാ തെറ്റുകളും റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് പുതിയ ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടതുണ്ട്. റമദീ കരിച്ചു കളയുക എന്ന അർത്ഥം വരുന്ന റമദാൻ എന്ന പദം, അതായത് കരിച്ചു കളയുക എന്നുള്ളതാണ്. നമ്മുടെ പാപങ്ങളെയെല്ലാം കരിച്ചു കളയുന്ന മാസമാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഇനി സഹോദരങ്ങളെ, ആ മാസം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തെന്നറിയോ? എന്തുകൊണ്ടാണ് അല്ലാഹു ആ മാസത്തിൽ നമുക്ക് നോമ്പ് നിർബന്ധമാക്കി എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ആ ലക്ഷ്യത്തെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ആ നോമ്പ് അല്ലാഹു നമുക്ക് നൽകിയത്, നിർബന്ധമാക്കിയതെന്നറിയുമോ? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വ പാലിക്കാൻ, സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ റമദാൻ വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അതിലൂടെ എന്റെ റബ്ബ് എനിക്ക് നോമ്പ് നിർബന്ധമാക്കിയതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം, തഖ്വയുള്ളവരാകണം. നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ, പരസ്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ജോലി ചെയ്യുന്ന മേഖലയിൽ, ഏതൊരു മേഖലയുമാണോ നമ്മൾ ഇടപെടുന്നത്, ബന്ധപ്പെടുന്നത്, അവിടങ്ങളിലെല്ലാം അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് സാധ്യമാകണം. ആ തഖ്വയുള്ള ആളുകൾക്കാണ് അല്ലാഹു സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. അൽ ജന്നത്തു ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അല്ലാഹു സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുള്ളത് തഖ്വ പാലിക്കുന്ന ആളുകൾക്കാണ്. മറ്റൊരു ആയത്തിലൂടെ പറയുന്നുണ്ട്, വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ, ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായി മനുഷ്യരിൽ ആരും ഉണ്ടാവുകയില്ല, എല്ലാവരും ആ നരകത്തെ കാണുക തന്നെ ചെയ്യും. ثم ننجي الذين اتقوا, ആ നരകത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുന്നത് തഖ്വ പാലിക്കുന്ന ആളുകളെ മാത്രമാണ്, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച ആളുകളെ മാത്രമാണ്. ഏതവസരത്തിലും ഇന്നല്ലാഹ യഅലമു വഅൻതും ലാ തഅലമൂൻ, എല്ലാം റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടി ജീവിച്ച മനുഷ്യരാണ് ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക. നിങ്ങൾ നോക്കൂ, ആ സ്വർഗ്ഗം ലഭിക്കാനുള്ള ഏറ്റവും വലിയ കാരണമാണ്, ലക്ഷ്യമാണ് നോമ്പ് കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ ആയത്തിന്റെ അവസാനം അങ്ങനെ പറയേണ്ടതില്ല. നിങ്ങളുടെ മുൻഗാമികൾക്ക് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ലഅല്ലകും തത്തഖൂൻ, സൂക്ഷ്മത പാലിക്കാൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി മാറാൻ വേണ്ടിയിട്ടാണ് ആ നോമ്പിനെ നിങ്ങൾക്ക് അല്ലാഹു നിർബന്ധമാക്കിയത്. അപ്പൊ അതായിരിക്കണം ആ റമദാൻ നമ്മിലേക്ക് വരുമ്പോ നമ്മുടെ ആദ്യ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ നോമ്പ് നോറ്റ മനുഷ്യൻ ഒരിക്കലും ഒരു തിന്മ ചെയ്യുകയില്ല, ഹറാമ് ചെയ്യില്ല, ഹറാമ് കാണില്ല, അതുപോലെ തന്നെ ചീത്ത വർത്തമാനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും, മറ്റൊരാളെ വഞ്ചിക്കുകയില്ല, ഉപദ്രവിക്കുകയില്ല. കച്ചവടക്കാരനായ നോമ്പുകാരനാണെങ്കിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കൂല. എന്താ കാരണം? ആ നോമ്പ് അവൻ അതിൽ നിന്നെല്ലാം തടുക്കും. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസ്സിയാമു ജുന്നത്തുൻ, നോമ്പ് ഒരു പരിചയാണ്,
പരിച കൊണ്ട് യുദ്ധഭൂമിയിൽ തനിക്ക് നേരെ വരുന്ന അമ്പുകൾ നമ്മൾ തടുക്കാറുണ്ടല്ലോ. പരിച കൊണ്ട് അമ്പുകളെ നമ്മൾ തടുക്കാറുണ്ട്. അതുപോലെ റമദാനിൽ ഒരു മനുഷ്യൻ അങ്ങനെ പെട്ടെന്ന് തിന്മയിലേക്ക് പോകൂല. ആ നോമ്പ് അവനൊരു പരിചയാണ്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ജാഅ റമദാൻ ഫുതിഹത് അബ്വാബുൽ ജന്നതി വഗുല്ലിഖത് അബ്വാബുൻ നാരി വസുൽസിലത്തിശ് ശയാത്തീൻ. റമദാൻ ആഗതമായാൽ സ്വർഗ്ഗലോകത്തിന്റെ കവാടങ്ങൾ അങ്ങ് തുറക്കപ്പെടുകയാണ്. നമുക്ക് അമല് ചെയ്യാൻ, സ്വർഗത്തിലേക്ക് അടുക്കാൻ അല്ലാഹു അവസരം ഒരുക്കി തരികയാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാം വെറുക്കുന്ന, ഇഷ്ടപ്പെടാത്ത നരകത്തിന്റെ കവാടങ്ങൾ അങ്ങ് കൊട്ടിയടക്കപ്പെടുകയാണ്. മാത്രമല്ല പിശാചുക്കൾ അല്ലാഹു ചങ്ങലയിൽ ബന്ധിക്കപ്പെടുന്ന മാസമാണ്. അപ്പൊ എങ്ങനെ ഒരു മനുഷ്യൻ തിന്മയിലേക്ക് പോവാ? നമ്മൾ തിന്മയിലേക്ക് പോകാതിരിക്കാനുള്ള എല്ലാ അവസരങ്ങളും അല്ലാഹു നമുക്ക് നൽകുന്ന ഒരു മാസമുണ്ടെങ്കിൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, അത് വിശുദ്ധ റമദാൻ എന്ന് പറയുന്ന മഹത്വമായ മാസമാണ്. പിശാചിനെ ചങ്ങലയിൽ ബന്ധിക്കും, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു തരും, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. പിന്നെ എങ്ങനെ മനുഷ്യൻ തിന്മയിലേക്ക് പോവാ? ആ ഒരു മാസം നമുക്ക് ലഭിക്കുന്ന തഖ്വയുണ്ടല്ലോ, ആ തഖ്വ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അതായിരിക്കും അവനെ സ്വർഗത്തിലേക്ക് നയിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനി മാസം കടന്നു വരുമ്പോൾ എന്താണ് വിശ്വാസികളുടെ ബാധ്യത എന്ന് കൃത്യമായി അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്. ശഹ്റു റമദാനല്ലദീ أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. الله വിശുദ്ധ ഖുർആൻ അവതീർണമാക്കിയ മാസമാണ് ശഹ്റു റമദാൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ബാധ്യത എന്തെന്ന് അല്ലാഹു കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു. ഈ മാസം ആരെങ്കിലും സാക്ഷിയായാൽ, ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ ഫൽയസുംഹു, അവന് നോമ്പ് അനുഷ്ഠിക്കണം. വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ. ഇനി ഒരാൾ രോഗിയായ അല്ലെങ്കിൽ യാത്ര ചെയ്തു, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അവന് പ്രയാസപ്പെടേണ്ടതില്ല, ആ നോമ്പ് മറ്റൊരു ദിവസം അവന് വീട്ടിയാൽ മതി. യുരീദുല്ലാഹു ബികുമുൽ യുസ്റ വലാ യുരീദു ബികുമുൽ ഉസ്ർ. അല്ലാഹു പ്രയാസത്തെ ഒരിക്കലും നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു ഉദ്ദേശിക്കുന്നത് മനുഷ്യരെ എളുപ്പം മാത്രമാണ്. ഒരാളെയും റബ്ബ് ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾ രോഗിയായി നോമ്പ് അനുഷ്ഠിക്കണ്ട, യാത്ര ചെയ്യണം, ഒരുപാട് ദൂരയാത്രയാണ്, ആ നോമ്പ് നിങ്ങൾക്ക് നോറ്റുവിട്ടാവുന്നതേ ഉള്ളൂ, ഇളവുകളുണ്ട്. അപ്പൊ ആ റമദാൻ നമ്മിലേക്ക് വരുമ്പോ വിശ്വാസിയുടെ ബാധ്യത എന്താണെന്നറിയോ? നമ്മൾ നോമ്പ് അനുഷ്ഠിക്കണം. ആ നോമ്പിലൂടെ മാത്രമേ നമുക്ക് തഖ്വ കൈവരിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഇനി നമ്മളൊക്കെ നോൽക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഫർദ് നോമ്പിന്റെ പ്രതിഫലം എത്രയെന്നറിയോ? സുന്നത്ത് നോമ്പാണെങ്കിലും ഫർദ് നോമ്പാണെങ്കിലും അതിന്റെയൊക്കെ പ്രത്യേകതയും പ്രതിഫലവും എത്രയാണെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സോമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ ഈമാനോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളെല്ലാം അല്ലാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ്. ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ റബ്ബ് നമുക്ക് പുറത്തു തരും. ആ പ്രത്യേകത നമുക്ക് സഹോദരങ്ങൾ വേറെ കിട്ടാനോ? അതുപോലെ തന്നെ من صام يوما في سبيل الله باعد الله وجهه عن النار 70 خريفا. ഒരു നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അവന്റെ മുഖത്തെ അല്ലാഹു സംരക്ഷിക്കുന്നതാണ്. രണ്ടാമത്തെ പ്രത്യേകത
ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ നരകത്തിൽ നിന്ന് 70 വർഷത്തെ വഴി ദൂരം അല്ലാഹു അവന്റെ മുഖത്ത് അകറ്റി നിർത്തും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ 30 നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ. 30 നോമ്പ് അനുഷ്ഠിച്ചാൽ 2100 വർഷം നരകത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ട പോലെയാണ്. അത്രയും പ്രതിഫലമുള്ള ഇബാദത്താണ് നോമ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹി ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി ഖന്ദകം കമാ ബൈനസ് സമാഇ വൽ അർള്. ആകാശഭൂമികൾക്കിടയിൽ എത്ര ദൂരമാണോ ഇന്ന് കണക്കാക്കിയിട്ടുള്ളത്, അത്രയും വലിയ ഒരു കുരങ്ങ് നരകത്തിനും അവനും ഇടയിൽ അല്ലാഹു കീറിക്കൊടുക്കുന്നതാണ്. ഖന്ദക് എന്ന് പറഞ്ഞാൽ കിടങ്ങുന്ന. ആകാശഭൂമികൾക്കിടയിൽ എത്ര ദൂരമുണ്ടോ അത്രയും വലിയ ഒരു കിടങ്ങ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനും നരകത്തിനും ഇടയിൽ അല്ലാഹു കീറിക്കൊടുക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രതിഫലമായി കൊണ്ട് പറയുന്നത് അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വറമദാനു ഇലാ റമദാൻ മുകഫിറാത്തും മാ ബൈനഹുന്ന. 5 നേരത്തെ നമസ്കാരങ്ങൾ പരസ്പരം ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെ, ഒരു റമദാൻ മുതൽ മറ്റൊരു റമദാൻ വരെ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുന്നതാണ്. സുബ്ഹി നമസ്കരിച്ചു, അറിയാതെ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, ളുഹർ നമസ്കാരത്തിലൂടെ ആ പാപങ്ങൾ റബ്ബ് നമുക്ക് പുറത്തു തരും. ളുഹറിന് ശേഷം നന്മ ചെയ്തു, അസ്റോട് കൂടി പുറത്തു തരും. പിന്നെ മഗ്രിബോട് കൂടി, പിന്നെ ഇശാഓട് കൂടി, പിന്നെ സുബ്ഹിയോട് കൂടി. അസ്സലവാത്തുൽ ഖംസ് 5 നേരത്തെ നമസ്കാരങ്ങളുടെ പ്രത്യേകത. വൽ ജുമുഅത്തു ഇലൽ ജുമുഅ കഴിഞ്ഞ ജുമുഅ നമ്മളോട് ഒരുമിച്ച് കൂടിയല്ലേ, അതിനുശേഷം ഇന്നും റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് ഒരുമിച്ച് കൂടി. ഇതിനിടയിലുള്ള പാപം നമുക്ക് പുറത്തു തരും, വൻ പാപങ്ങൾ ഒഴിച്ച്. അതുപോലെ തന്നെ പറഞ്ഞു വറമദാനു ഇലാ റമദാൻ, കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെയുള്ള പാപങ്ങൾ നമുക്ക് അല്ലാഹു പുറത്തു തരും. അതുപോലെ തന്നെ കുല്ലു അമൽ ഇബ്നു ആദം യുദാഅഫുൽ ഹസനതു അശ്റു അംസാലിഹാ ഇലാ 700 ضعف. ഒരു അടിമയുടെ കർമ്മങ്ങൾക്ക് അല്ലാഹു 10 മുതൽ 700 ഇരട്ടി വരെ സാധാരണ പ്രതിഫലം നൽകാറുണ്ട്. അത് അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കും. നമ്മൾ സാധാരണ ദിവസങ്ങളിൽ ചെയ്യുന്ന ഒരു നന്മക്ക് 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് നോമ്പിന് അങ്ങനല്ല, അല്ലാഹു പറയാ അതെനിക്കുള്ളതാണ്, അതിന് ഞാനാണ് പ്രതിഫലം കൊടുക്കുന്നത്, അതിലൊരിക്കലും കണക്ക് നോക്കൂല. 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലമാണെങ്കിൽ, സാധാരണ കർമ്മങ്ങൾക്ക് ആ പ്രതിഫലമാണെങ്കിൽ അതിനേക്കാൾ വിശാലമായി നോമ്പെന്ന് പറയുന്ന കർമ്മത്തിലൂടെ ഞാൻ പ്രതിഫലം കൊടുക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത നോക്കൂ. പ്രവാചകന്റെ അടുക്കൽ ഒരാൾ കടന്നു വന്നു. അദ്ദേഹം റസൂലിനോട് പറഞ്ഞു, ഷഹീദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വസല്ലൈതു സ്വലവാത്തുൽ ഖംസ് 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുന്നുണ്ട്. വഅദൈതു സകാത്ത് നിർവഹിക്കുന്നുണ്ട്. വസുംതു റമദാന റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. വഖുംതു ഞാൻ രാത്രി നിന്ന് നമസ്കരിക്കുന്നുണ്ട്. ഫമിമ്മൻ അന ഞാൻ ആരിൽപ്പെട്ടവനാ റസൂലേ. നമ്മൾ ഷഹാദത്ത് ചൊല്ലിയിട്ടുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്, രാത്രി നമസ്കരിക്കുന്നുണ്ട്. ഫമിമ്മൻ അന ഞാൻ ആരുടെ കൂട്ടത്തിലാ? അല്ലാഹു റസൂൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അൻത മിനസ് സിദ്ദീഖീന വശുഹദാ, താങ്കൾ സിദ്ദീഖീങ്ങളിൽ പെട്ടവരാ, ശുഹദാക്കളിൽ പെട്ടവരാ. അതിനേക്കാൾ മഹത്വമുള്ള പ്രവർത്തനമാണ് നോമ്പ്. റസൂലിനോട് മറ്റൊരിക്കൽ ഒരാൾ ചോദിച്ചു, മുർനി ബി അംറിൻ യൻഫഅനി, എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു കർമ്മം എനിക്ക് പഠിപ്പിച്ചു തരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബിസ്സിയാം, ഈ നോമ്പ് അനുഷ്ഠിച്ചോ. അതിന് തുല്യമായി മറ്റൊന്നുമില്ല. നോക്കൂ നിങ്ങൾ, അതിന് തുല്യമായി മറ്റൊന്നുമില്ല എന്നൊരു ഇബാദത്തിനെ കുറിച്ച് റസൂൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നോമ്പാണ്. അന്നപാനീയങ്ങൾ ഒഴിവാക്കി നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ റബ്ബിന്റെ മാർഗത്തിൽ പട്ടിണി കിടന്നുകൊണ്ട്
നമസ്കരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ഇബാദത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് അദ്കാറുകൾ അധികരിപ്പിച്ചുകൊണ്ട് ദുആ നമ്മൾ നടത്തിക്കൊണ്ട് വൈകുന്നേരം വരെ നമ്മൾ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. അത് ചില്ലറ പരിപാടിയില്ല. അത് നമ്മൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടി ആ ഒരു പവിത്രതയോടുകൂടി നമ്മൾ കാണണം. എങ്കിൽ മാത്രമേ അതിന്റെ പരിപൂർണ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുള്ളൂ. ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആനിനെ കുറിച്ചൊക്കെ നമ്മൾ വരും ഖുതുബകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ പറയാം, വിശുദ്ധ ഖുർആൻ നമ്മൾ നെഞ്ചിലേറ്റേണ്ട മാസമാണ്. അതിന്റെ ആയാത്തുകൾ മനഃപ്പാഠമാക്കേണ്ട, അതിന്റെ വരികൾ നമ്മൾ ഓതേണ്ട, അതുപോലെ തന്നെ ആശയങ്ങൾ നമ്മൾ പഠിക്കേണ്ട, നെഞ്ചകങ്ങളിൽ എഴുതി വെക്കേണ്ട ഒരു മാസം എന്ന് പറയുന്നത് വിശുദ്ധ റമദാനാണ്. അല്ലാത്ത സമയത്ത് നമ്മൾ വേണ്ടെന്നല്ല. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഉ ബിഹി ഹസന. നമ്മൾ ഇന്നിപ്പോ പള്ളിയിൽ വന്ന് ഖുർആൻ എടുത്ത് സൂറത്തുൽ കഹ്ഫ് നമ്മൾ ഓതി. പ്രവാചകൻ പറയാ, ആരെങ്കിലും ഒരു ഹർഫ് പാരായണം ചെയ്താൽ അവൻ ഒരു പ്രതിഫലമുണ്ട്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ. ആ പ്രതിഫലം എന്ന് പറയുന്നത് 10 ഇരട്ടിയാ. ലാ അഖൂലു അലിഫ് ലാം മീം ഹറഫ് വലാകിൻ അലിഫുൻ ഹറഫ് വലാമുൻ ഹറഫ് വമീമുൻ ഹറഫ്. അലിഫ് ലാം മീം എന്ന് പറയുന്ന 3 അക്ഷരം നിങ്ങൾ പാരായണം ചെയ്താൽ 30 പ്രതിഫലം. അലിഫ് ലാം മീം എന്ന് പറയുന്ന 3 അക്ഷരം നിങ്ങൾ ഓരോ അക്ഷരത്തിന് നിങ്ങൾക്ക് അത്രയും പ്രതിഫലം കിട്ടുന്നുണ്ട്. വൽ അശറതു വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു പേജ് നമ്മൾ പാരായണം ചെയ്താൽ എത്ര ഹർഫ് അതിലുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ ഇന്ന് നമ്മൾ ഓതിയ സൂറത്തുൽ കഹ്ഫിൽ എത്ര ഹർഫുകളുണ്ട്. ഓരോ ഹർഫിനും നിങ്ങൾ 10 പ്രതിഫലം വെച്ച് നിങ്ങൾ കൂട്ടി നോക്കൂ. അത്രയും അല്ലാഹു പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്ന ഒരു ഇബാദത്താണ് ഖിറാഅത്തുൽ ഖുർആൻ എന്ന് പറയുന്നത്. അത് നമ്മൾ സജീവമാക്കേണ്ട മാസം എന്ന് പറയുന്നത് റമദാനാണ്. മാത്രമല്ല ആ ഖുർആനും ആ റമദാനും ഖുർആനും അതുപോലെ തന്നെ നോമ്പും ഒക്കെ നമുക്ക് ശുപാർശ പറയും. അതിലെ നോമ്പ് പറയുന്നത് റബ്ബി ഇന്നി മനഅതുഹു അദ്ദുആ വശഹവാത്. അല്ലാഹുവേ, ഈ മനുഷ്യനെ പകൽ സമയങ്ങളിൽ ഞാൻ ഭക്ഷണങ്ങൾ ഇച്ഛകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഫശഫഅനി, എന്റെ ശുപാർശ നീ സ്വീകരിക്കണേ, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ. ഖുർആൻ പറയും മനഅതുഹു അന്നൗമ ബില്ലൈൽ ഫശഫഅനി, രാത്രി ഇവന്റെ ഉറക്കം ഞാൻ കളഞ്ഞിട്ട് എന്നെ ഇവൻ ധാരാളമായി ഓതിയിട്ടുണ്ട്, പാരായണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ശുപാർശ സ്വീകരിക്കണേ. നോമ്പും ഖുർആനും നമുക്ക് ശുപാർശ പറയും. അതുകൊണ്ട് സഹോദരങ്ങളെ, മാറ്റത്തിന്റെ റമദാനായിരിക്കണം. ഇത്രയും നല്ല ഒരു ഓഫർ നമുക്ക് അല്ലാഹു നൽകാനില്ല. ഏറ്റവും നല്ല ഒരു ഓഫറാണ് റബ്ബ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. തൗബയുടെ റമദാൻ, ഇസ്തിഗ്ഫാറിന്റെ റമദാൻ, അതുപോലെ തന്നെ സുബ്റിന്റെ റമദാൻ, തഖ്വയുടെ റമദാൻ, ഇഹ്തിസാബിന്റെ റമദാൻ, നമ്മുടെ ദുആക്കെല്ലാം അല്ലാഹു ഇജാബത്ത് നൽകുന്ന റമദാൻ, വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട റമദാൻ, 10 മുതൽ അതുപോലെ 700-ലധികം അല്ലാഹു നമുക്ക് പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട റമദാൻ, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന, പിശാചിന്റെ ചങ്ങലയിൽ ബന്ധിക്കപ്പെടുന്ന ഈ മാസമെങ്കിലും നമ്മൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നമ്മുടെ ആയുസ്സും ആരോഗ്യവും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കാനാണ്. അതുകൊണ്ട് ഈ റമദാൻ പരിപൂർണമായി നമുക്ക് ലഭിക്കാൻ, ആരോഗ്യത്തോടുകൂടെ നോമ്പ് അനുഷ്ഠിക്കാനൊക്കെ നമ്മൾ ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. ആ റബ്ബ് നമ്മൾ റമദാനിലേക്ക് എത്തിക്കും. അത് ഏറ്റവും വലിയ സൗഭാഗ്യമായി കൊണ്ടാണ് സലഫുസ് സാലിഹീങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ റമദാൻ ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിലെ മുഴുവൻ നോമ്പ് അനുഷ്ഠിക്കാനും ആരോഗ്യത്തോടുകൂടി മറ്റു ഇബാദത്തുകളിൽ സജീവമാകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ നമ്മിലേക്ക് അടുത്തു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു വിശ്വാസി എങ്ങനെ റമദാനിനെ സ്വീകരിക്കണം, ആ റമദാനിന്റെ പ്രത്യേകതയെ കുറിച്ചും അതിന്റെ ലക്ഷ്യത്തെ കുറിച്ചും നോമ്പിന്റെ പ്രതിഫലങ്ങളെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചത്. ഇനി റമദാനിന് മുന്നേ നമുക്ക് മറ്റൊരു വെള്ളിയാഴ്ച ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കറിയാവുന്ന വിഷയങ്ങൾ തന്നെയായിരിക്കും. അതിന്റെ വിധിവിലക്കുകളെ സംബന്ധിച്ച് ചെറിയ കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പറഞ്ഞത് മല്ലം യുബയ്യിതു സിയാമ ഖബ്ല അൽ ഫജ്ർ ഫലാ സിയാമ ലഹു. ഫജ്റിന് മുന്നേ ഒരാൾ നിയ്യത്ത് കരുതിയിട്ടില്ല എങ്കിൽ അവന് നോമ്പില്ല.
നിയത്ത് പറയലല്ല, അത് കരുതലാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നമ്മുടെ എല്ലാ കർമ്മങ്ങളും നിയത്ത് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ റമദാനിലെ ഇന്ന നോമ്പ് ഞാൻ അനുഷ്ഠിക്കുന്നത് മനസ്സിൽ നമ്മൾ കരുതുക. ആ ഫജ്റിന് മുന്നേ മല്ല യുബയ്യിതു സിയാമ ഖബ്ല ഫജ്രി ഫലാ സിയാമ ലഹു. അപ്പോൾ നിയത്തിൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ഹദീസിൽ പറഞ്ഞ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ നിയത്ത് അനുസരിച്ചായിരിക്കണം എന്നുള്ളത്. അത് പറയലല്ല, അത് മനസ്സിൽ കരുതിയാൽ മതി. അതിനാണ് നിയത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഷയം ഫസ്ലു മാ ബൈന സിയാമിന വസിയാമു അഹ്ലിൽ കിതാബി അഖിലത്തു സഹർ. നമ്മുടെയും വേദക്കാരുടെയും നോമ്പുകൾക്കിടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അത്തായം കഴിക്കൽ, അസ്സുഹൂർ. എന്നിട്ട് റസൂൽ പറഞ്ഞു തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണം, അതിന് ബറക്കത്തുണ്ട്. ഈ സമയത്ത് നമ്മൾ സാധാരണ കഴിക്കുന്ന ചോറും അതുപോലെ തന്നെ കറിയൊന്നും പോവാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ വെള്ളവും ഈത്തപ്പഴവും അല്ലെങ്കിൽ കാരക്കൊക്കെ നമ്മൾ ഭക്ഷിക്കണം. വെള്ളമെങ്കിലും നമ്മൾ കുടിക്കണം. അതിലൊരു ബറക്കത്ത് നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞത്. ഒരുപക്ഷെ ആ സമയത്ത് അത്താഴം കഴിക്കാതെ ഇശാഇന് ഭക്ഷണം കഴിച്ച് പിന്നെ കിടന്നുറങ്ങി ഫജ്റിന് മുന്നേ എണീക്കുന്ന ആളുകളുണ്ട്. അത് പാടില്ല. തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറകത്തുൻ, ആ നോമ്പിന് തന്നെ ഒരു പ്രത്യേകതയും ഒരു ബറക്കത്തും നിങ്ങൾക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ ഒരു വിഷയത്തിൽ കുറെ ആളുകളൊക്കെ പല ആക്ഷേപങ്ങളും ഉന്നയിക്കാറുണ്ട്. എന്താണെന്നറിയോ? ചില ആളുകള് ഇഫ്താർ നേരത്തെ നോമ്പ് തുറക്കുന്നത് അവര് നേരത്തെ ആക്കുകയും അതുപോലെ അത്താഴം വൈകിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അവർക്ക് ധൃതി കൂടിയിട്ടാണ്, തീറ്റക്കുതിയന്മാരാണെന്നൊക്കെ പറയും. അതിൽ ഇന്ന പള്ളികളിൽ നിന്ന് നേരത്തെ ബാങ്ക് വിളിക്കും, അതൊന്നും ശരിയല്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ആശയം വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട പ്രവാചകന്റെ രണ്ട് ഹദീസ് ഉണ്ടെന്നറിയോ? ഒന്നാമത്തേത്, ഇദാ സമിഅ അഹദുകും അൻ-നിദാഅ വൽ ഇനാഉ അലാ യദിഹി ഫലാ യദഉ ഹത്താ യഖ്ദി ഹാജതഹു മിൻഹു. നിങ്ങൾ അത്താഴം കഴിക്കുകയാണ്, ഒരുപക്ഷെ നിങ്ങൾ വൈകി പോയിട്ട് ബാങ്ക് വിളിച്ചു. ഇദാ സമിഅ അഹദുകും അൻ-നിദാഅ, ഇതിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കാറുണ്ട്. ആ ബാങ്ക് നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ കൈ നിങ്ങളുടെ പാത്രത്തിലാണെങ്കിൽ അത് പൂർത്തീകരിക്കാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത്താഴം വൈകിപ്പിക്കണം. അതുപോലെ തന്നെ ഇഫ്താറിനെ കുറിച്ച് പറഞ്ഞു, ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലു അൽ-ഫിത്ർ. ഇഫ്താറിന് നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലത്തോളം എന്റെ സമൂഹം നന്മയിലായിരിക്കും. ചില ആളുകൾ എന്ത് ചെയ്യാ, ഈ ബാങ്ക് കൊടുത്തിട്ടില്ല, ഒരു വസ്വാസ് അവിടെ വരാനൊരു ചാൻസ് ഉണ്ട്. ഈ ബാങ്ക് കൊടുത്താലും പിന്നെ ഒരുപാട് ചൊല്ലി പറഞ്ഞ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് 1-2 മിനിറ്റ് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞൊക്കെ ഞാൻ വലിയൊരു മുത്തത്തെയാണെന്നൊക്കെ അറിയിക്കാൻ വേണ്ടി വൈകിക്കൊണ്ട് നോമ്പ് തുറക്കുന്ന ആളുകളുണ്ട്. അതൊരിക്കലും പാടില്ല. അവിടെ നേരത്തെ ബാങ്ക് വിളിക്കാൻ കാത്തിരുന്ന് ആ ബാങ്കിന് മുന്നേയുള്ള പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇഫ്താറിന് നമ്മൾ കാത്തിരിക്കുമ്പോൾ അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. ബാങ്കിന്റെ സമയമായാൽ, ബാങ്കിന്റെ സമയമായിട്ട് പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ബാങ്ക് കൊടുക്കാൻ മറന്നു എന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണ്ട. മൊബൈലിൽ നമുക്ക് നോക്കിയിട്ട് ബാങ്കിന്റെ സമയമായിട്ടുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കാം. അവിടെ വസ്വാസ് വരാൻ പാടില്ല. ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ. അങ്ങനെ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ നന്മയിലായിരിക്കും. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു സുന്നത്തായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ലു അജ്രിഹി ഗൈറ അന്നഹു ലാ യൻഖുസ് മിൻ അജ്രി സായിമി ശൈഉൻ. നോമ്പ് തുറപ്പിക്കുന്ന കാര്യം, നമ്മൾ ഒരാളെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ അവന് അതേ പ്രതിഫലമുണ്ട്. മറ്റൊരാളുടെ പ്രതിഫലം കുറയാതെ അവന് ആ നോമ്പുകാരന്റെ പ്രതിഫലം കിട്ടും. ഇപ്പൊ നമ്മൾ ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു, കുടുംബക്കാരെ വിളിച്ചു, പള്ളിയിലൊക്കെ നമ്മൾ ഇഫ്താർ സംഘടിപ്പിച്ചു. നമ്മളെ പണം കൊണ്ട് ഒരാളെ നമ്മൾ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ അന്ന് നോമ്പ് നോറ്റതിന്റെ അതേ പ്രതിഫലം ഒന്നും കുറയാതെ നമുക്ക് തരും. ഒരാളെ നോമ്പ് തുറപ്പിക്കുന്നതിന് അത്രയും പ്രാധാന്യമുണ്ടെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്.
അതുപോലെ നോമ്പിനിടയിൽ നമ്മൾ അറിയാതെ മറന്നുകൊണ്ട് ആരെങ്കിലും ഭക്ഷണം കഴിച്ചു, അതല്ലെങ്കിൽ വെള്ളം കുടിച്ചു, എന്താ നമ്മൾ ചെയ്യേണ്ടത്? അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെയാണെങ്കിൽ അവന്റെ നോമ്പ് അവൻ പൂർത്തീകരിക്കട്ടെ. കാരണം റബ്ബാണ് അവനെ ഭക്ഷണം കഴിപ്പിക്കുന്നതും കുടിപ്പിക്കുന്നതും. ആ മറവി അല്ലാഹു നൽകിയതാണ്, അവൻ അറിയാതെ ചെയ്തതാണ്. അപ്പൊ എന്റെ നോമ്പ് മുറിഞ്ഞു എന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ നിൽക്കരുത്. പിന്നെ സഹോദരങ്ങളെ, റമദാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ഈമാനോട് കൂടിയിട്ടും റമദാനിൽ രാത്രി നിന്ന് നമസ്കരിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. രാത്രി നമസ്കാരം എന്തുണ്ട്? നമ്മൾ റമദാൻ ആകുമ്പോൾ ഇശാ നമസ്കാരത്തിന് ശേഷം റെസ്റ്റ് എടുത്തൊക്കെ നമ്മൾ നമസ്കരിക്കുന്നതിനെ സ്വലാത്തുൽ തറാവീഹ് എന്ന് വിളിക്കുകയാണ്. ആ നമസ്കാരം എന്തുണ്ട്? പക്ഷെ നമ്മൾ റമദാനിൽ ഒരു ജമാഅത്തായി സംഘമായി നമസ്കരിക്കുമ്പോൾ അതിന്റെ പ്രത്യേകതയും പ്രാധാന്യവും ഒരുപാടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അഫ്ദൽ ബഅദൽ മക്തൂബത്തി ഖാല സ്വലാത്തുൽ ലൈൽ. നിർബന്ധ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും നല്ല നമസ്കാരം രാത്രി നമസ്കാരം. ആ നമസ്കാരം നമ്മൾ ഇമാമിന്റെ കൂടെ മുഴുവനായി നിന്ന് നമസ്കരിക്കണം. ചില ആളുകൾ എന്ത് ചെയ്യും? 8 റക്അത്ത് നിസ്കരിച്ചിട്ട് ബാക്കി 3 വീട്ടിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കും, അല്ലെങ്കിൽ അപ്പുറത്ത് നിസ്കരിക്കും. അങ്ങനെ പാടില്ല. ആ ജമാഅത്തിന്റെ പരിപൂർണ്ണ പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇമാമോടുകൂടി ജമാഅത്തായി കൊണ്ട് നമ്മൾ ആ തറാവീഹ് മുഴുവനായിട്ട് നമസ്കരിക്കണം. പിന്നെ അതിന്റെ എണ്ണത്തിലൊക്കെ തർക്കിക്കുന്ന ആളുകളുണ്ട്. 21 നമസ്കരിക്കണം, 8 നിസ്കരിക്കണം, 15 നിസ്കരിക്കണം. എണ്ണത്തിൽ നമുക്ക് തർക്ക വ്യത്യാസമില്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ പത്നി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്, മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അത്തൻ. റമദാനിലാകട്ടെ അല്ലാത്ത സമയത്താകട്ടെ റസൂൽ 11 അപ്പുറം നമസ്കരിച്ചിട്ടില്ല. അത് സ്വഹീഹായിട്ടുള്ള ഹദീസാണ്. അപ്പൊ നമ്മൾ അത് നമസ്കരിക്കാൻ പാടുള്ളൂ. പിന്നെ പല ആളുകളും പറയാറുണ്ട്, ഹറമുകളിലും അവിടെ ഇവിടെയൊക്കെ അല്ലെങ്കിൽ മക്കത്തും മദീനത്തൊക്കെ എത്ര നമസ്കരിക്കുന്നില്ലേ? നമുക്ക് തെളിവ് ഉദ്ധരിക്കേണ്ടത് മക്കയും മദീനയോ അല്ലെങ്കിൽ മറ്റോ രാജ്യങ്ങളോ അല്ല. അപ്പൊ അവിടെയുള്ള ചില അറബികൾ വ്യഭിചരിക്കുന്നുണ്ട്, ചില അറബികള് സിഗരറ്റ് വലിക്കുന്നുണ്ട്, മദ്യപിക്കുന്നുണ്ട്, മറ്റു തിന്മകളിൽ ഏർപ്പെടുന്നുണ്ട്. അത് സൗദിയിൽ ചെയ്യുന്നുണ്ട്, ഞാനും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് തെളിവ് ആക്കേണ്ടത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു പോയിട്ടുള്ളത്. അതിൽ എന്തിലാണോ പറഞ്ഞത് അതാണ് നമ്മൾ ആദർശമായി സ്വീകരിക്കേണ്ടത്. അതല്ലാതെ ചില ആളുകളെ, ചില രാജ്യങ്ങളെയല്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ തിരുസുന്നത്തും അതാണ് നമ്മൾ നമ്മുടെ ആദർശമായി സ്വീകരിക്കേണ്ടതും നെഞ്ചിലേറ്റേണ്ടതും. അതിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതും. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാനുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ആത്മാർത്ഥമായി നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. ആ റമദാൻ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. റബ്ബേ, ഞങ്ങൾ ആ റമദാനിലേക്ക് എത്തിക്കണേ. പരിപൂർണമായി നല്ല രൂപത്തിൽ ആരോഗ്യത്തോടു കൂടി ആ മുഴുവൻ റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായി നമ്മളെല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യാം? ദുആയിൽ ഉൾപ്പെടുത്തുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നോമ്പിലൂടെ അല്ലാഹു പറഞ്ഞ തഖ്വ കൈവരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, സ്വാലിഹീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൽ നല്ല രൂപത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ, ആരോഗ്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ, തറാവീഹ് നമസ്കാരങ്ങളൊക്കെ നമസ്കരിക്കാൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, അതുപോലെ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ ഒഴിവാക്കി റബ്ബിന്റെ മാർഗ്ഗത്തിൽ ആ ഒരു ഇബാദത്ത് നിർവഹിക്കാനുള്ള ആരോഗ്യത്തിന് വേണ്ടി അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. ആരോഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണസമയത്ത് കലിമത്തുൽ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹു ഉച്ചരിച്ച് മരണപ്പെടാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലാഹു അവർക്ക് പരിപൂർണ്ണ ശമനം നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, അല്ലാഹു അവർക്ക് റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടം അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات
إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ادخلنا الجنة. اللهم أجرنا وأجر والدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد